യാക്കോബ് ഏമൻ ഹല്ലേലൂയ യാക്കോബിന്റെ മണവാട്ടികളാണ് ലിയായും റേച്ചലും. എങ്കിലും യാക്കോബ് 14 വർഷം ജോലി ചെയ്തത് റേച്ചലിന് വേണ്ടിയിട്ടായിരുന്നു. ഏമൻ ഹല്ലേലൂയ യാക്കോബ് കൂടുതൽ സ്നേഹിച്ചതും റേച്ചലിനെ തന്നെയായിരുന്നു. ഏമൻ ഹല്ലേലൂയ വചനം 29:30 പറയുന്നു, ദൈവം ഏമൻ ലിയ അനിഷ്ടയെന്ന് കണ്ടപ്പോൾ ഏമൻ അവിടെ ഉദരത്തിനെ ദൈവം തുറന്നു, പക്ഷേ രാഹേലിന്റെ ഉദരത്തിനെ ദൈവം അടച്ചു. ഏമൻ ഹല്ലേലൂയ നമ്മൾ പഠിക്കാൻ പറ്റിയ ആദ്യ കാര്യം ഏമൻ ഹല്ലേലൂയ, ആര് നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും, ആര് നമ്മളെ കരുതിയില്ലെങ്കിലും, ആര് നമ്മുടെ വേദന അറിഞ്ഞില്ലെങ്കിലും, ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്, നമുക്ക് വേണ്ടി ജീവൻ തന്ന ഒരു കർത്താവുണ്ട്. ഏമൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മളെ ഓർത്ത് അനുഗ്രഹിക്കുന്നവനാണ് കർത്താവ്. ഏമൻ ഹല്ലേലൂയ വീണ്ടും ഏമൻ ഹല്ലേലൂയ 37:30 വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം, താൻ യാക്കോബിന് മക്കളെ പ്രസവിച്ചില്ല എന്ന് റേച്ചൽ കണ്ട് തന്റെ സഹോദരിയോട് അസൂയ കൊണ്ടു. ഏമൻ ഹല്ലേലൂയ മക്കളെ തന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് യാക്കോബിനോട് പറഞ്ഞു. അപ്പോൾ യാക്കോബ് രാഹേലിനോട് കോപം വെച്ച്, നിനക്ക് ഗർഭഫലം തരാതെ ഇരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്താണോ ഞാൻ? അതിനവൾ, എൻ്റെ ദാസി ബല ഉണ്ടല്ലോ, അവളുടെ അരികെ ചെല്ലുക, അവൾ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ. ഏമൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പോൾ ആദ്യത്തെ കാര്യം ഏമൻ അവൾക്ക് അസൂയപ്പെട്ടു, സ്വന്തം സഹോദരിയോടാണ് അസൂയ തോന്നിയത്. ഏമൻ ഹല്ലേലൂയ ചിലപ്പം ഏമൻ ലിയായ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായത് കണ്ട് അവൾക്ക് ദുഃഖം ഉണ്ടാകുമായിരുന്നു. അത് ദൈവസന്നിധിയിൽ പോയി അവൾക്ക് പറയായിരുന്നു. ബിക്കോസ് യാക്കോബ് ഇവിടെ പറയുന്നുണ്ട് ഏമൻ ഹല്ലേലൂയ ഉദരബലം തരുന്നത് ദൈവമാണെന്ന്. ഏമൻ ഹല്ലേലൂയ പക്ഷെ ഇതൊന്നും അവൾ ചെയ്തില്ല. അവൾക്ക് അസൂയ കൊണ്ട്, അവൾ അസൂയ കാരണം എന്ത് ചെയ്തു? അവൾ ഏമൻ യാക്കോബിനെ ഏമൻ ഹല്ലേലൂയ ഒരു തെറ്റിലേക്ക് നയിച്ചു. ഏമൻ ഹല്ലേലൂയ അവിടെ നമുക്ക് കാണാം ഏമൻ ഹല്ലേലൂയ അതിലുണ്ടാവുന്ന ബെല്ല വഴി ഉണ്ടാവുന്ന തലമുറയാണ് ഡാൻ. ഏമൻ ഹല്ലേലൂയ പക്ഷെ റേച്ചലിനെ ഓർത്ത് ദൈവം കൊടുത്ത തലമുറ യോസേഫാണ്. ഏമൻ ഹല്ലേലൂയ വചനം പറയുന്നു, യോസേഫ് ഫലപ്രദമായ മുന്തിരിവള്ളി. ഏമൻ ഹല്ലേലൂയ പക്ഷെ വെളിപ്പാടിന്റെ പുസ്തകം 7 പോകുമ്പോൾ അവിടെ ഏമൻ 12 ഗോത്രങ്ങളെ ഏമൻ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഡാൻ ഗോത്രമില്ല. ഏമൻ ഹല്ലേലൂയ സ്പിരിച്വലി ആത്മീയമായി നോക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. ഏമൻ ഹല്ലേലൂയ ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണെങ്കിൽ ഏമൻ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ സമയത്ത് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ഏമൻ ദൈവം അതിന്റെ കൂടെ ദുഃഖം കൂട്ടാറില്ല. പക്ഷെ നമ്മളായിട്ട് തീരുമാനങ്ങൾ എടുത്ത് ഏമൻ കാത്തിരിക്കാതെ നമ്മളായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏമൻ ഹല്ലേലൂയ അതെല്ലാം ഏമൻ അല്പകാലത്തേക്കേ ഉള്ളൂ. ഏമൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഏമൻ ഏമൻ ഹല്ലേലൂയ വചനം പറയുന്നുണ്ട് ഹബക്കൂക്കിന്റെ പുസ്തകത്തില് ഏമൻ ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന്റെ സമയത്ത് കാത്തിരിക്കണം. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. നിശ്ചയം ഏമൻ ഹല്ലേലൂയ വരും, നിശ്ചയം എന്ന് അവിടെ പറയുന്നത്. ഏമൻ ഹല്ലേലൂയ ഹല്ലേലൂയ വീണ്ടും വചനം അസൂയയുടെ കാര്യം, ഈ അസൂയ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവൾ ഏമൻ ഹല്ലേലൂയ ഇത്രയും വലിയൊരു പാപം ഏമൻ യാക്കോബിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. വചനം പറയുന്നു, അസൂയ അസ്ഥികൾക്ക് ദ്രവ്യാത്വം, ഇത് തന്നെയാണ് ശൗൽ രാജാവിന് സംഭവിച്ചത്.